ഭയങ്കര മൂഡ്. പുഷ്പനെ വെട്ടിയല്ലോ ഞങ്ങള്, പുഷ്പനെ വെട്ടിയല്ലോ, സഖാവിനെ വെട്ടിയല്ലോ, ആ നെഞ്ചത്ത് വെട്ടിയല്ലോ, ആ പുഷ്പനെ വെട്ടിയല്ലോ ഞങ്ങള്, പുഷ്പനെ വെട്ടിയല്ലോ, സഖാവിനെ വെട്ടിയല്ലോ, ആ നെഞ്ചത്ത് വെട്ടിയല്ലോ. അതിന് ഇത്ര പാട്ടുപാട് എന്തിരിക്കും? എങ്ങനെ പാടാതിരിക്കും? ഞങ്ങളുടെ സഖാവിനെ ഞങ്ങൾ വളരെയധികം ബഹുമാനം കൊടുക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെ ഇങ്ങനെ വെറുതെ കളിയാക്കി പാടരുത്. അതെ 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 അതെ, ഞങ്ങൾക്കത് ഇരുത്തിയതും കിടത്തിയതും അല്ല ഇവര് തന്നെ. അത് ആ മനുഷ്യൻ എന്തിനാണോ വെക്കടാ വെടിയെന്നും പറഞ്ഞുകൊണ്ട് അന്ന് പോയി പുഷ്പൻ നിന്നത്? അത് എന്തിനായിരുന്നു? സ്വകാര്യ സർവകലാശാലയ്ക്കെതിരെ അയ്യോ ഞങ്ങളുടെ പരിയാരം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകുന്നേ, ദാണ്ടെ എഴുതി കൊടുക്കുന്നേ, സ്വകാര്യവൽക്കരിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വെക്കടാ വെടി എന്ന് പറഞ്ഞ് അന്ന് പോയി നിന്നത്. എന്നിട്ട് എന്തായി? കാലം മാറിയപ്പോൾ ഇവരുടെ തനിക്കൊണവും മാറി. ഇപ്പൊ സ്വകാര്യവൽക്കരിക്കണം. സ്വകാര്യ സർവകലാശാലകൾ ഇല്ലാതെ ഒരിഞ്ച് മുന്നോട്ട് പോകാനാകില്ല എന്നാണ് മന്ത്രി കൊച്ചമ്മ ബിന്ദു പറഞ്ഞത്. പിന്നെ നമ്മൾ കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകണ്ടേ? എങ്ങനെ സാധിക്കുന്നടോ? എണ്ണത്തെയാ ഉണ്ട കയറ്റി കൊല്ലിച്ചത് യവന്മാര് സമരം എന്നും പറഞ്ഞുകൊണ്ട്. അത് പണ്ട് ഇവരുടെ 5 എടാ പണ്ടായാലും കൊല്ലിച്ചോ നിങ്ങള്? അത് പിന്നെ അന്നത്തെ ഒരുത്തനെ നിരന്തരമായി കിടപ്പിലാക്കുകയും ചെയ്തായിരുന്നു. അത് അന്നത്തെ കാലത്ത് ആ ചിന്താഗതി നിങ്ങൾ പുഷ്പം മരിച്ചു പോയത് നന്നായില്ലേ? നിങ്ങളുടെ മൂത്തൊക്കെ തന്തയ്ക്ക് വിളിച്ചാനേ കേട്ടോ അങ്ങേരെ. നമുക്ക് കാലത്തിനനുസരിച്ച് മാറണ്ടേ? ഈ സ്വകാര്യ സർവകലാശാലകൾ നടപ്പിലാക്കി നിങ്ങൾ തന്നെ നാളെ ഞങ്ങളെ കുറ്റം പറയും. സർക്കാർ വന്നിട്ട് ഒരു വികസനോട് നടത്തില്ലെന്ന് നിങ്ങൾ എന്നെ കുറ്റം പറയില്ലേ? അങ്ങനെ കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്. ഈ സ്വകാര്യ സർവകലാശാല വിഷയത്തില് ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ നമ്മൾ എല്ലായിടത്തും പിന്നിലായി പോകും. അനിവാര്യമാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഇത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അത് നടപ്പിലാക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഞങ്ങൾ നടപ്പിലാക്കും. അതിനുവേണ്ടി എന്തും ബോധപൂർവ്വം 94-ൽ നിന്ന് 25-ലേക്ക് ഉണ്ടായപ്പോ എത്തിയപ്പോഴത്തേക്കുള്ള ഇവരുടെ ആ മാറ്റം, അതെ എന്തും അതും ആശയത്തിൽ, അതെ അല്ലല്ല ആശയത്തിൽ അധിഷ്ഠിതമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം എന്നും ഇങ്ങനെ മുരടിച്ചിരുന്നാ മതിയോ? 15 വർഷം മുന്നേ സുഹൃത്തുക്കളെ, അതുകൊണ്ട് പുഷ്പനോടുള്ള ഇവരുടെ ആദരവ് കാണിക്കുന്നതിന് വേണ്ടി കൂത്തുപറമ്പിൽ പണിതുയർത്തുന്ന, കൂത്തുപറമ്പിലായിരിക്കും സ്വകാര്യ സർവകലാശാലയുടെ ആസ്ഥാനം. അതിന് പുഷ്പന്റെ പേരും കൊടുക്കും. സർവകലാശാല ഒരു സ്മാരകമായിട്ട് അവിടെ ഇരിക്കട്ടെ. അദ്ദേഹത്തെ വെറുതെ ഒരു സ്മാരകമായിട്ട് അവിടെ ഇരിക്കട്ടെ. അദ്ദേഹത്തിന്റെ പേര് വലിച്ചടയ്ക്കാതിരിക്കും. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ഇതിന് തുരങ്കം വയ്ക്കാൻ ആരും നോക്കണ്ട. ഞങ്ങൾ പിന്മാറില്ല. ഞങ്ങൾക്ക് സ്വകാര്യ സർവകലാശാല നടപ്പിലാക്കണം. അത് വികസനത്തിന്റെ പ്രശ്നമാണ്. 10 കാശ് കീശയിൽ വീഴുന്ന കാര്യമായതുകൊണ്ട് പുഷ്പനെ നൈസ് അങ്ങ് തേച്ചു തുടങ്ങി, തുരങ്കം വെക്കാൻ തുടങ്ങി. ഒരു വികസനം ഈ നാട്ടിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. മിണ്ടരുത്, അക്ഷരം മിണ്ടിയാണ്ടല്ലോ പല്ലടിച്ച് തർപ്പിക്കും. 15 വർഷം മുൻപേ നടപ്പിലാകേണ്ട പദ്ധതികളായിരുന്നു. അന്ന് ടി പി ശ്രീനിവാസൻ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോ കൊണ്ടുവന്നപ്പോ എന്തായിരുന്നു ഇവിടെ. എന്റെ ടി പി ശ്രീനിവാസനെ റോഡിലിട്ട് തല്ലിയവരല്ലേ നിങ്ങളുടെ SFI-ക്കാര്? അത് പിന്നെ പണ്ട് നമ്മുടെ പിള്ളേർ പല സമരം ടി പി ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ ഇവര് സ്വകാര്യ സർവകലാശാല എന്ന് പറഞ്ഞോണ്ട് വരുന്നു. അന്ന് ഇതിന് തുരങ്കം വെക്കാതിരുന്നെങ്കിൽ 15 വർഷം മുൻപേ ഉന്നത വിദ്യാഭ്യാസ മേഖല അങ്ങ് ലോകം അറിയുന്ന രീതിയിൽ കേരളം മാറിയേനെ. അത് ഞങ്ങള് ഭരിക്കുമ്പോ മതി അറിയുന്നത്. അതങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണല്ലോ. എല്ലാത്തിനും തുരങ്കം വെക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. ആദ്യം വിഴിഞ്ഞു, അയ്യോ അതുകൊണ്ട് അദാനിക്ക് എഴുതി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇവരുടെ മുഖ്യൻ അദാനിയുടെ തോളത്ത് കൈയിട്ട് ഞങ്ങൾ നടപ്പിലാക്കിയോ? അത് അവര് നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കും. ഞങ്ങൾ നടപ്പിലാക്കുമല്ലോ. കേരളത്തിന്റെ വികസനത്തിന് ഞങ്ങൾ ഒരു വിട്ടുവീഴ്ച മുന്നേറണം എല്ലാ രംഗത്തും. അതിനു വേണ്ടിയിട്ട് അവര് തടഞ്ഞത് സ്വകാര്യ സർവകലാശാലകൾ ഇല്ലാതെ ഇനി 1 ഇഞ്ച് മുൻപോട്ട് പോകാൻ കഴിയില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ വീട് തലയിൽ ചുമക്കുന്ന അമ്മച്ചി പറഞ്ഞത്. വീട് തലയിൽ നാട്ടുകാർ ചോദിച്ചേക്ക് നിങ്ങൾക്കൊക്കെ എത്ര തന്ത ഉണ്ടടേ? നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് വികസനം വേണ്ടേ? വികസനം വേണ്ടേ? എന്തിനിങ്ങനെ പുഷ്പനെ അറിയാമോ എന്നൊക്കെ ചോദിച്ചു നടക്കുന്നത്? നിങ്ങളല്ലേ കണ്ട വേദിയായ വേദി മുഴുവൻ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ചു നടക്കുന്നത്. അദ്ദേഹത്തെ എന്തിനു വലിച്ചഴിക്കുന്നു? എങ്ങനെ വലിച്ചഴിക്കാതിരിക്കും? അത് പിന്നെ അന്നത്തെ കാലം കൂത്തുപറമ്പൊക്കെ നമുക്ക് അങ്ങനെ അങ്ങ് മറക്കാൻ കഴിയുമോ? സഖാവേ, ഞങ്ങൾ മറന്നല്ലോ. നിങ്ങൾ സഖാവേ നിങ്ങൾ മറക്കൂ, ഞങ്ങൾ മറന്നു, നിങ്ങൾ മറക്കൂ. നമ്മുടെ വികസനത്തിന് വേണ്ടി നമ്മൾ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കണം. അതവിടെ നിൽക്കട്ടെ. ഇത് ഒരു കാലത്തിനനുസരിച്ച് അനിവാര്യമായ നടപടിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഇവിടെ സ്വാശ്രയ കോളേജിന്റെ പേരിൽ നിങ്ങൾ SFI-യെയും DYFI-ക്കാരെയും മറ്റേ തെരുവിലിറക്കി വലിയ സമരം സർക്കാരിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴല്ലയോടോ നിങ്ങളുടെ ഇന്നത്തെ കാര്യമല്ല നമ്മള് പറയുന്നത്. കുറച്ചുകൂടെ കൊല്ലങ്ങൾ മുൻപാണ്. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല, ജനിക്കാഞ്ഞ നന്നായി കേട്ടോ. അന്ന് ഇവിടെ സ്വാശ്രയ കോളേജിന്റെ പ്രശ്നത്തിൽ ഇവിടെ പൊരിഞ്ഞ അടി
ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. കേരളം കത്തിക്കുന്ന സമരം നിങ്ങളുടെ ചകാക്കൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നല്ലോ നിങ്ങളുടെ പിണറായി വിജയന്റെ മകൾ വീണ വിജയന് കോയമ്പത്തൂരിൽ കൊണ്ടുപോയി അഡ്മിഷൻ എടുപ്പിച്ചത്. അതിന് രണ്ടു മറുപടി പറ. അത് പിന്നെ ഇന്നല്ലേ നിങ്ങൾക്ക് കാലാനുസൃതമായി മാറേണ്ടത്. നിങ്ങൾ പണ്ടേ നിങ്ങളുടെ പിണറായി വിജയന്റെ മോളെ സ്വാശ്രയ കോളേജിലാണല്ലോ കൊണ്ട് ചേർത്തത്. അന്ന് അവിടെ ചേർത്തോണ്ടല്ലേ ഇന്ന് നിങ്ങൾക്ക് SFI ഒക്കെ കിട്ടിയത്. അല്ലെങ്കിൽ കിട്ടുമായിരുന്നോ? അഭിമാനിക്കൂ. നിങ്ങൾക്ക് വീണ വിജയന് വിദ്യാഭ്യാസം കിട്ടിയോണ്ട് കേരളത്തിന് എന്ത് നേട്ടമാണ്? IT കമ്പനി കിട്ടിയെന്നാണോ? IT കമ്പനി ബാംഗ്ലൂരാണല്ലോ. IT കമ്പനി ബാംഗ്ലൂർ ആണെങ്കിലും ഇവിടെ ആണല്ലോ. ശരി, ബാംഗ്ലൂർ ആണെങ്കിൽ എന്താ ഇവിടുത്തെ പദ്ധതികളെല്ലാം അങ്ങോട്ട് അടിച്ചോണ്ട് പോവല്ലേ? മോളും തന്തയും എല്ലാരും ആവശ്യമില്ലാത്തടത്ത് ഓരോന്ന് പറയില്ല കേട്ടല്ലോ. അതൊക്കെ എടുത്ത് ഇപ്പൊ ഇങ്ങോട്ട് ഏച്ചനും മോൾ മാത്രമേ വികസിക്കുന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കണ്ടോ, ഇവിടെ വികസനം നടത്തി ഇവര് ഒരു വഴിക്കൂടെ സ്വാശ്രയ കോളേജിനെതിരെ സമരവും നടത്തി. എന്നാ മറ്റൊരു വഴിക്കൂടെ മറ്റേ ഇവരുടെ ഡബിൾ ബാരൽ ചങ്കനുണ്ടല്ലോ, മോളെ കൊണ്ടുപോയി കോയമ്പത്തൂരിൽ ചേർത്തത്. എന്തൊക്കെ മനോഹരമായ ആശയം. CPM നേതാക്കളെല്ലാം ഈ പാർട്ടിക്ക് മുകളിൽ വളരുന്നവരല്ല. ഈ പാർട്ടിയാണെല്ലാം. ഈ പാർട്ടിയുടെ ആശയങ്ങൾക്കെതിരെ ആശയങ്ങളിൽ നിന്ന് അണുവിട വ്യതിചലിക്കാത്തവരാണ് ഞങ്ങളുടെ നേതാക്കൾ. എന്നിട്ട് എന്തിനാണ് നിങ്ങളുടെ വീണ വിജയനെ കൊണ്ടുപോയി ചേർത്തത് അവിടെ? പറഞ്ഞാലും ഞങ്ങള് പിന്മാറില്ല. എന്ത് പുഷ്പനെ എടുത്തിട്ടാലും വീണ എടുത്തിട്ടാലും ഞങ്ങൾ ഇതിന്ന് പിന്മാറില്ല. കേരളത്തിന്റെ വികസനം അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതൊരു അനിവാര്യതയാണ്, മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കിയിരിക്കും. നമ്മൾ മാറണം, മുന്നേറണം, മുന്നേറ്റത്തിന് അനിവാര്യമാണിത്. അതുകൊണ്ടാണ് ഇവർ ഓരോരോ തടസ്സങ്ങളും കൊണ്ട് ഇങ്ങനെ വരുന്നത്. വീഴരുത്, നമ്മൾ വീഴരുത്, നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോയിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇനി ആരെയാ കടത്താൻ പോകുന്നത്? പുഷ്പനെ പോലെ ആരെങ്കിലും ഒരാൾ കൂടെ വേണമല്ലോ നിങ്ങൾക്ക്. എത്രയോ കടത്താൻ ഉദ്ദേശിക്കുന്നു ചേട്ടന? ഇല്ല ഇല്ല ഇല്ല. ഞങ്ങളുടെ പിള്ളേര് ഞങ്ങളുടെ സർക്കാർ പറയുന്നതിന് അപ്പുറത്തേക്ക് പോകില്ല. ഞങ്ങളുടെ പിള്ളേർക്ക് അറിയാം. നിങ്ങളുടെ പിള്ളേരും ഉണ്ടായിട്ടോ ഇവരുടെ വാക്കും കേട്ടോണ്ട് മറ്റേ കൊടി പിടിക്കാൻ പോകുന്ന ടീംസ് ഓർത്തോ? പുഷ്പനെ കണ്ടല്ലോ. ഇവരുടെ ആശയത്തിന് വേണ്ടി പോയതാ പുഷ്പൻ. എന്നിട്ടെന്താ, ഈ പുഷ്പനും പോയി, പുഷ്പന്റെ വീട്ടുകാർക്കും പോയി. അത് ഇവര് കുറെ കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ നിലപാടൊക്കെ അങ്ങ് മാറ്റും. നിന്ന് നിപ്പി തന്തേ മാറ്റുന്ന ടീംസാ. അനാവശ്യം പറയല്ലേ കേട്ടല്ലോ. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സർക്കാർ ഇത് നടപ്പിലാക്കി ഇവിടെ വരാൻ പോകുന്ന വികസനം ചിന്തിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറമാണ്. അതുകൊണ്ടാണ് ഇവർ കുട്ടികൾ മികച്ച നിലവാരത്തിലെത്തും. അതെ അതെ, ഇവിടെ മൂർത്ത സാഹചര്യമാണുള്ളത്. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ തീരുമാനം എടുക്കണം. അത് നമ്മളെല്ലാം മറന്നുകൊണ്ട് തീരുമാനം എടുക്കണം. അതിനെല്ലാം മറക്കണം. എല്ലാം മറന്നാലേ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യാനാ? സോഷ്യൽ മീഡിയ എല്ലാം അങ്ങ് ഓർമ്മിപ്പിക്കുക, കുത്തി പൊക്കുവാന്നേ. സോഷ്യൽ മീഡിയ മൈൻഡ് ആക്കണ്ട. കേരളത്തെ ദേശീയ തലത്തിൽ ഉന്നത എഡ്യൂക്കേഷന്റെ ഹബ്ബായി മാറ്റുന്ന ഒരു ബില്ലാണിത്. നമ്മുടെ എഡ്യൂക്കേഷൻ ഹബ്ബ് ഭാവി തലമുറയ്ക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഗുണപരമായ നിരവധി ഘടകങ്ങൾ ഈ ബില്ലിലുണ്ട്. രാഷ്ട്രീയമായ ചേർതിരിവുകൾ മറന്ന് ഈ ബില്ല് പ്രകാരം രാഷ്ട്രീയമായ ചേരിതിരിവുകൾ, അതെ. പിന്നെ പണ്ട് ഉമ്മൻചാണ്ടി ഇരുന്നപ്പോഴും നിങ്ങൾക്ക് രാഷ്ട്രീയമായ ചേരിതിരിവ് മാറ്റി വെച്ചാ പോരായിരുന്നു. ഞങ്ങൾ നടപ്പിലാക്കുന്ന വികസനം ഇവിടെ മതി. വേറെ ആരും നടപ്പിലാക്കുന്ന ഇവരുടെ വള്ളി ട്രൗസർ മാത്രം ഇവിടെ എല്ലാരും ഇട്ടാൽ മതി. അല്ലാതെ വേറെ ആരും കൊണ്ടുവരുന്ന ബർമൂട ഇടാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതെ. ക്വാളിറ്റി, ഇക്വിറ്റി, ആക്സസിബിലിറ്റി എന്നീ അടിസ്ഥാന ശിലകളിൽ മേലാണ് ഈ കരട് നിയമം പടുത്തുയർത്തിയിരിക്കുന്നത്. അതിന്റെ മുകളിലാണ് ഇവർ പുഷ്പന്റെ സ്മാരകം വെക്കാൻ പോകുന്നത്. കൂത്തുപറമ്പിലെ സർവകലാശാല. കൂത്തുപറമ്പിലെ സർവകലാശാലയ്ക്ക് വേണ്ടി ഇവർ ഏതറ്റം വരെയും പോകും. സുഹൃത്തുക്കളെ, ഏതറ്റം വരെയും എഡ്യൂക്കേഷൻ മാറ്റിപ്പറ. തുപ്പൽ എന്ന് പറഞ്ഞാലും പുഷ്പൻ എന്ന് പറഞ്ഞാലും വീണ എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇതിന് പിന്മാറില്ല. ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കും. ഈ വികസനത്തിന് തുരങ്കം വയ്ക്കാൻ ഒറ്റ എണ്ണത്തിന് അനുവദിക്കില്ല. ഇതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കും. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ചെയ്യും. ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ. പക്ഷെ എന്നിട്ട് എന്താ നിങ്ങളുടെ പിണറായി വിജയൻ ഇതിനെ കുറിച്ച് രണ്ട് വാക്ക് മിണ്ടാത്തത്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മാത്രമേ വന്ന് മന്ത്രിക്ക് കൊടുത്ത പിണറായി വിജയൻ എന്തേ പണയുന്നില്ല? മന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ. അതെ, എനിക്ക് അങ്ങ് മോളി ചെന്ന പുഷ്പൻ ഇപ്പൊ കോടിയേരിയെ ചീത്ത വിളിക്കുന്നുണ്ടാവും എന്നാ തോന്നുന്നത്. ഇതൊന്നും പറഞ്ഞൊക്കെ വാക്ക് കേട്ടോണ്ടല്ലേടോ ഉപേ ഞാൻ പോയി വെടിയുണ്ട കൊണ്ടത് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അത് പിന്നെ നിങ്ങള് സമരം പാർട്ടി പ്രവർത്തകരായിരിക്കുമ്പോ ചിലപ്പോ വെടികൊണ്ട് കൊണ്ടെന്ന് വരും. സമരം ചെയ്യേണ്ടി വരും. ഈ പിണറായി വിജയനും മറ്റേ ഇവർക്കൊന്നും വെടിയുള്ളത് അവർക്ക് എത്ര അടി കൊണ്ടു. ഞങ്ങളുടെ പിണറായി സഖാവ് എത്ര ജയിൽവാസം അനുഭവിച്ച വ്യക്തിയാണ്. അതുകൊണ്ടല്ലേ അദ്ദേഹം ഇപ്പൊ മുഖ്യമന്ത്രിയായത്. ഞങ്ങളുടെ സഖാക്കൾ എന്താ വെറുതെ കയറി വന്നതാണോ? വെറുതെ കയറി വന്നിരിക്കുന്നതാണോ സ്ഥാനത്ത് തന്നെ? പണ്ടത്തെ സഖാക്കൾ ഇവിടെ, ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു സഖാവ്
ആർഷോ ചേട്ടൻ എന്തുമാത്രം അടികൊള്ളുന്നു ഇടികൊള്ളുന്നു. ശരി, ആർഷോ ചേട്ടൻ എന്തെല്ലാം താരാട്ട് പാട്ട് കേട്ടാണ് എടുത്തോണ്ട് പോകുന്നത് ഓനെ. നാളത്തെ മന്ത്രിയാണ് ചേട്ടൻ. അതെ അതെ, ചിന്ത ചേച്ചി എന്തുമാത്രം അപമാനം കൊള്ളുന്നു. കുണ്ടറ ആന്റി ഓഫീസിന്റെ മന്ത്രിയാണ് ചേച്ചി വരും കാലത്ത്. പറങ്ങോട്ട് ബാക്കി. എന്നാലും തേഞ്ഞൊട്ടിയ DYFI SFIക്കാരെ, കൂത്തുപറമ്പിൽ പോയി അടിയുണ്ടായി ജീവൻ പൊലിഞ്ഞവരെ എന്താ നോക്കുന്നത്? ഉള്ള കാര്യമല്ലേ നമ്മള് പറഞ്ഞു. എന്നാലും ആ DYFI SFIക്കാരുടെ അവസ്ഥ ഒന്ന് നോക്കണേ. എന്തെല്ലാം അടി ഇടി. അതെന്തിന് കഴിഞ്ഞ കാലം ഈ കാലം കൂടി എന്തിനു കൂട്ടി യോജിപ്പിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അതിന്റെ ആവശ്യം എന്താണ്? പറയേ, അതിന്റെ ആവശ്യം എന്താണ്? ഒരെണ്ണത്തെ കാണാനില്ല ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. ഒരെണ്ണം തല പൊക്കിയിട്ടില്ല. എന്ത് ചെയ്യാനാണ്? സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഒരു നേതാക്കളെയും കാണാനില്ല. കാരണം ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്ത് മറ്റേ പ്രതിഷേധത്തിന് ചെന്നപ്പോ കുറെ കുറിപ്പുകളൊക്കെ ഇവരുടെ നേതാക്കൾ ഇട്ടായിരുന്നു. ആ കുറിപ്പുകളെല്ലാം ഇപ്പൊ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുക. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ കൂത്തുപറമ്പ് അറിയാമോ, കരയണ്ട പൊക്കോ, ഞങ്ങൾക്കൊരു കാര്യം എന്നെ ഇങ്ങനെ വെളുപ്പിക്കാനാണല്ലോ നിങ്ങളുടെ വിധേന്ന് ഓർക്കുമ്പോഴാ. വെളുപ്പിക്കല. ഇനിയിപ്പോ കുറെ കാലത്തേക്ക് നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ടി വരും വെളുപ്പിക്കാൻ. വികസനം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വികസനത്തെ തുരങ്കം വെക്കാൻ ആരെയും സമ്മതിക്കില്ല. അത് ആരെ കൊണ്ടുവന്നിട്ടാലും ഞങ്ങൾ സമ്മതിക്കില്ല. തിരിഞ്ഞു നിന്ന് കരഞ്ഞോ? നല്ലതാ. എന്തൊക്കെയായിരുന്നു ഇജാതി കോമഡിയുടെ അവനൊക്കെ. പലിക്കട മൂട്. ഒലക്കര മൂട്.